നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്താടാ അവളെ തിരക്കി പോവാൻ പോവാണോ? ഞാനല്ലാതെ പിന്നെ ആരാ അമ്മ അവളെ തിരക്കി പോകേണ്ടത്? നീ എന്തിനാടാ നിന്റെ വില കളയാൻ പോകുന്നേ? അവള് പറയാതെ പോയതല്ലേ, അപ്പൊ പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളും. അമ്മയോട് സംസാരിച്ചാലേ ശരിയാവില്ല. വെറുതെ എന്തിനാ നമ്മൾ തമ്മിൽ അടികൂടുന്നത്? അമ്മ വീണ്ടും മറ്റേതോ സ്വപ്ന ലോകത്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ആന്റി എന്താ ദേ കണ്ടില്ലേ ഇവന്റെ വില കളയാൻ വേണ്ടി പോകുന്നത്? എടാ അവള് പോയെങ്കിൽ ഇങ്ങ് വന്നോളൂ. ആന്റി സൂര്യ പോണം. ഭാവന ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പറയാതെ പോകുന്നേ, അതുകൊണ്ട് സൂര്യ ഉറപ്പായിട്ടും പോണം. അല്ലെങ്കിൽ തന്നെ ഭാവനയുടെ മുന്നിൽ എന്റെ വില പോകുന്നതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്ക് അവൾ ഇട്ടിരിക്കുന്ന വില മറ്റാരും തന്നിട്ടില്ല. മനസ്സേ, താൻ അമ്മയെ ഒന്ന് സൂക്ഷിച്ചോ. ചിലപ്പോ താനും ഒരിക്കലും പ്രതീക്ഷിക്കാത്തായിരിക്കും പലതും നേരിടേണ്ടി വരുന്നത്. സൂര്യ എടാ കണ്ടില്ലേ അവന്റെ ധിക്കാരം? ഇപ്പൊ എന്നെക്കാളും വലുത് അവനാ ഭാവനയോ? ആന്റി അതൊക്കെ ആന്റിയുടെ വെറും തോന്നലാ. സൂര്യക്ക് ഒരിക്കലും അങ്ങനെ ഒരു മുഖം ഇല്ല. ഓരോരുത്തർക്കും അർഹതപ്പെട്ട സ്ഥാനം തന്നെയാ സൂര്യ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സൂര്യയുടെ കുഞ്ഞിനെ വയറ്റിൽ പേര് നടക്കുന്ന നിനക്ക് അവൻ എന്ത് സ്ഥാനാ തരേണ്ടത്? ആന്റി എന്തൊക്കെയാ പറയുന്നേ? ഇത് ഭാവനയുടെ സൂര്യയുടെയും കുഞ്ഞല്ലേ? എനിക്കെന്തോ ഇത് എന്റെ മോന്റെ മാത്രം കുഞ്ഞായി കാണാനാ എനിക്കിഷ്ടം. എന്താ മോളെ, നിനക്ക് ഈ കുഞ്ഞിനോട് ഒട്ടും സ്നേഹം തോന്നുന്നില്ലേ? അത് പിന്നെ കാണാതിരിക്കും ആന്റി. ഇനി ഡെലിവറി കഴിയുമ്പോ ഈ സ്നേഹം ഒരു ബാധ്യതയാവാതിരുന്നാ മതി ആന്റി. അങ്ങനെയൊന്നും നീ പേടിക്കണ്ട മോളെ. ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ നീയല്ലാതാവില്ലല്ലോ. പൊക്കിൽ കൂടി ബന്ധം നിസ്സാര ബന്ധമാണോ? ഓഹോ, അപ്പൊ എന്റെയും സൂര്യയുടെയും ഊഹം തെറ്റിയില്ലല്ലേ? നിന്റെ മനസ്സിൽ ഇപ്പോഴും ദുഷ്ടചിന്തകൾ മാത്രമുള്ളല്ലേ ജയ? ചുമ്മയല്ല ഭാവന ആരോടും പറയാതെ പോയെ. നീ ഇന്നലെ രാത്രി വീണ്ടും അവളെ വേദനിപ്പിച്ചല്ലേ? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. നൊന്ത് പ്രസവിക്കുന്ന മാനസമോൾക്ക് ഈ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നാണോ ദേവേട്ടൻ പറയുന്നത്? എന്തായാലും നിന്റെ കാഴ്ചപ്പാടിലുള്ള ബന്ധമൊന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. മോളെ, നിനക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു വിലയുണ്ട്. ആന്റിയുടെ വാക്ക് കേട്ടിട്ട് നീ അത് ഇല്ലാതാക്കരുത്. സ്വന്തം മകന്റെ സമ്മതം തെറ്റിക്കാനുള്ള വഴികളാ നിന്റെ ആന്റി ആലോചിക്കുന്നേ. ജേ, ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനൊന്നും പ്രതികരിക്കാത്തത് നമ്മുടെ മകന്റെ അവസ്ഥ കാണാതിരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, അതുകൂടി നീ ഓർത്തോ. അങ്കിളെ, ആന്റി എന്ത് കാണിച്ചാലും അങ്കിളിന് എന്നെ അറിയില്ലേ? ആ, അത് മാത്രമാണ് മോളെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ആശ്വാസം. പക്ഷെ അത് നിന്റെ ആന്റിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇപ്പൊ തന്നെ ഭാവനയാവും പോയി വിളിച്ച വന്നാ പറയാൻ വന്നു. അങ്കിൾ എന്നാ ഞാൻ പോയി ഭാവനയെ കൊണ്ടുവരാം. അതിന് നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? ഇപ്പൊ നിനക്ക് റെസ്റ്റ് വേണ്ട സമയം. കഷ്ടം. ആ, ദേവേട്ടന്റെ ദേഷ്യം കാണൂന്ന് അറിയാം. പക്ഷെ ഞാനിപ്പോഴും എന്റെ നിലപാടിൽ തന്നെ ഉറച്ചാ നിൽക്കുന്നേ. നമ്മുടെ പട്ടടയ്ക്ക് കൊള്ളിവെക്കാൻ സൂര്യയുണ്ട്. പക്ഷെ സൂര്യയുടെ കർമ്മങ്ങൾക്ക് ഒരു അവകാശമില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് മാനസമോളുടെ കൂടെ നിന്നത്. കൊള്ളാം. ഇത്രയും നാളൊരു അനന്തരാവകാശി വേണമെന്നുള്ള അവകാശവാദമായിരുന്നു നിനക്ക്. ഇപ്പൊ ചൂടൊന്നും മാറ്റി, അത്രേ ഉള്ളൂ. എന്തായാലും നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ അങ്ങ് ചെയ്യ്. പക്ഷെ എല്ലാം കാണുന്ന ഒരാളെ മുകളിലുണ്ടെന്നുള്ള ചിന്ത എപ്പോഴും വേണം. എല്ലാത്തിനും കൂടി നിനക്കൊരു ഉത്തരം തരാനായിട്ട് ആ ശക്തിക്ക് ഒരു നിമിഷം പോലും വേണ്ടിവരില്ല. ഓർത്തോ നീ? മോളെ വാ, വന്നേ പറയട്ടെ. നീ എന്താ കുഞ്ഞ് പറയുന്നത്? ആരോടും പറയാതെ ഇറങ്ങി വന്നെന്നോ? അതെ അമ്മ. രാവിലെ ഞാൻ എണീക്കുമ്പോൾ സൂര്യ നല്ല ഉറക്കത്തിലായിരുന്നു. ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് ഞാൻ വിളിക്കാനൊന്നും പോയില്ല. എങ്കിൽ പിന്നെ നിനക്കത് മറ്റാരോടെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ? സൂര്യയോടല്ലാതെ എനിക്ക് മറ്റാരോടും പറയാൻ തോന്നിയില്ല. ഞാൻ സൂര്യയെ വിളിച്ച് പറഞ്ഞോളാം. എന്നിട്ട് ഇത്രയും നേരമായിട്ട് നീ അത് പറഞ്ഞില്ലല്ലോ. എന്താ പറ്റിയേ?
സാധാരണ ഇതുപോലുള്ള കാര്യങ്ങൾ നീയാണല്ലോ ഉപദേശിക്കാറുള്ളത്. അപ്പൊ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടമ്മേ. അല്ലാതെ ഒരിക്കലും സൂര്യേട്ടനോട് പറയാതെ ചേച്ചി വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, സൂര്യ ലേറ്റായിട്ട് കിടന്നുകൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പോഴും എണീറ്റിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം. ഇതിപ്പോ നിന്നെ അവിടെ കാണാത്തതിന് തിരക്കുന്നുണ്ടാവില്ലേ ഭാവനെ? സൂര്യേട്ടൻ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എഴുന്നേറ്റിട്ടുണ്ടോ എപ്പോഴേ വിളിച്ചേനെ. ഭാവനെ, നീ വെറുതെ സൂര്യ വിഷമിപ്പിക്കാതെ നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറ. പറയാം, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ. അത് പറ്റത്തില്ല, നീ ഇപ്പൊ തന്നെ വിളിച്ചു പറയാൻ നോക്ക്. വിളിച്ചേ. അല്ല വേണ്ട, ഞാൻ വിളിക്കാം. വേണ്ട ഏട്ടാ, ഞാൻ വിളിക്കാം. അമ്മേ, ചൂടുണ്ട്. സൂര്യ, ഇരിക്കും. വേണ്ട സേതുട്ട. എന്താ ഭാവന, എന്ന് മുതലാ തനിക്ക് ഈ പുതിയ ശീലമൊക്കെ തുടങ്ങിയത്? ആരോടും പറയാതെ ഈ ഇറങ്ങിപ്പോക്ക് നല്ല ശീലമാണോ? ഞങ്ങളും അതേക്കുറിച്ച് അവളോട് ചോദിച്ചോണ്ടിരുന്നത്. അപ്പൊ പറയാ സൂര്യ ലേറ്റായി കിടന്നുകൊണ്ട് നല്ല ഉറക്കത്തിലാണെന്ന്. ഇത് ഭാവന എന്നോട് മനഃപൂർവ്വം പറയാതെ വന്നാ സേതുട്ട. അയ്യോ അല്ല സൂര്യ, സത്യമായിട്ടും സൂര്യ ഉണർത്തണ്ടെന്ന് കരുതി വിളിക്കാത്തതാ. ഇവിടെ വന്നിട്ട് വിളിക്കാന്ന് കരുതി. ആന്റി, ഇതൊന്നുമല്ല കാര്യം. അമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അമ്മ ഇപ്പൊ മാനസയുടെ പിന്നാലെ. ഇനി മാനസ പ്രസവിക്കുന്നത് വരെ അമ്മ അവളോടൊപ്പം തന്നെയായിരിക്കും. ഇന്നലെ അമ്മ എന്തോ പറഞ്ഞത് ഭാവനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. മിക്കവാറും അതുകൊണ്ടായിരിക്കും ഭാവന ആരോടും പറയാതെ പോകുന്നത്. അമ്മേ, അങ്ങനെയൊന്നും അല്ല. എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ വന്നു. തല ചുറ്റിലും ക്ഷീണവും തോന്നി. രാവിലെ എഴുന്നേറ്റപ്പോ അമ്മയെ കാണണമെന്ന് തോന്നി. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് വരാന്ന് കരുതി നോക്കുമ്പോ ആരും എഴുന്നേറ്റിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതെ വന്നത്. എന്തായാലും നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല മോളെ. ഇപ്പൊ തന്നെ സൂര്യകുഞ്ഞ് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവോ. മക്കളിരിക്കെ. ഭാവന ഇവിടേക്ക് തന്നെ വന്നതാണെന്ന് എനിക്കറിയായിരുന്നു ആന്റി. എന്നാലും കാണുന്നത് ഒരു സമാധാനം വേണ്ടേ? സൂര്യ ഒന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു സേതുട്ട. ഫോൺ പരിധിക്ക് പുറത്തെന്ന് പറഞ്ഞു. ഭാവന, തന്നോട് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും പറയാം. മാനസയുടെ ഡെലിവറി കഴിയുന്നത് വരെ ഓരോരോ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കാതിരുന്നാൽ മതി. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഇപ്പം നമ്മൾ നേരിടുന്നതൊക്കെ കണ്ടില്ല എന്ന് കരുതി മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ ശരിയായിക്കോളും. സൂര്യ, മാനസയുടെ അച്ഛനും അമ്മ എന്തായാലും ഇനി വീണ്ടും വരും. അപ്പൊ പിന്നെ എന്താ പ്ലാൻ? എന്താ സേതുട്ട, ഇക്കാര്യത്തിൽ ഞാനും ഭാവനയും നിരപരാധികളാണ്. അമ്മയും മാനസയും കൂടി ചേർന്ന ഇങ്ങനൊരു കാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ എന്ത് വന്നാലും ഞങ്ങളെ ബാധിക്കില്ല. അമ്മയും മാനസയും തന്നെ സമാധാനം പറയേണ്ടി വരും.